കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിങ്ങിൽ പ്രതികൾ നടത്തിയത് കൊടും ക്രൂരതയെന്ന് കുറ്റപത്രം. കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. കേസിൽ 5 പ്രതികൾ മാത്രമാണ്. 40 സാക്ഷികളും 32 രേഖകളും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കും. റാഗിംഗ് പുറത്തു പറയാതിരിക്കാൻ പ്രതികൾ ഭീഷണിപ്പെടുത്തി ഹോസ്റ്റലിൽ സ്ഥിരമായി മദ്യപിച്ചിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പീഡനത്തിൻ്റെ ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും കോടതിയിൽ നൽകും. മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നു. മിഥുൻ, അതിക്രൂരമാണ് റാഗിംഗ്, കൊടും ക്രൂരത എന്നാണ് കുറ്റപത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതായത് എല്ലാ അർത്ഥത്തിലും പോലീസ് പറഞ്ഞത്, സാക്ഷികൾ പറഞ്ഞത് ശരിവെക്കുന്നതാണ് കുറ്റപത്രം. വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കുറ്റപത്രം എന്നുള്ളതാണ്. ഇന്ന് ഏറ്റുമാനൂർ കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളുടെ എല്ലാം അംഗീകരിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് കുറ്റപത്രം എത്തിയിരിക്കുന്നത്. പ്രധാനമായും 5 പ്രതികൾ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. കോളേജ് അധികൃതരെയും അതുപോലെ തന്നെ പ്രിൻസിപ്പളും കോളേജ് ഹോസ്റ്റൽ ചുമതലക്കാരനും അടക്കം ഇതിൽ പ്രതി ചേർക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്വേഷണ സംഘം അക്കാര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഈ റാഗിങ്ങിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള സീനിയർ വിദ്യാർത്ഥികൾ മാത്രമാണ്. അങ്ങനെ അറസ്റ്റിലായിട്ടുള്ള 5 പേരിൽ മാത്രമായി കേസ് അന്വേഷണം ചുരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ജൂനിയർ വിദ്യാർത്ഥികൾ നേരിട്ടത് എന്നത് കൃത്യമായി പറയുന്നു. ഒരു ആതുര സേവനത്തിന് മാതൃകയാവേണ്ടവർ നടത്തിയത് കടുത്ത പീഡനമാണ്. ഈ റാഗിങ് പുറത്തു പറയാതിരിക്കാൻ ഈ പ്രതികൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് 4 മാസത്തോളമാണ് ഇത്രത്തോളം പീഡനം നടന്നത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഹോസ്റ്റലിൽ സ്ഥിരമായി മദ്യപിച്ചിരുന്നു. പുറത്തു വന്നിരിക്കുന്നത് പീഡനത്തിന്റെ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രധാനപ്പെട്ട തെളിവായിട്ടാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധന ഫലവും കോടതിയിൽ നൽകും. ആകെ 40 സാക്ഷികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കുറ്റപത്ര പ്രകാരം ഈ 32 രേഖകളും ഈ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങുന്നതാണ് ഈ കുറ്റപത്രം എന്നുള്ളതാണ്. കടുത്ത പീഡനമാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ നടത്തിയത്. അതിൽ പലപ്പോഴും ഈ പീഡനത്തെ തുടർന്ന് ജൂനിയർ വിദ്യാർത്ഥികൾ നിലവിളിക്കുമ്പോൾ അത് കണ്ട് ആസ്വദിച്ചിരുന്നുവെന്നും അവരുടെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നുവെന്നും ആണ് ഈ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്ന തരത്തിൽ കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ഇത്തരത്തിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കുറ്റപത്രം. ഒപ്പം തന്നെ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ, ഈ സീനിയർ വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമാവില്ല എന്ന് സംബന്ധിച്ചൊരു സത്യവാങ്മൂലമുണ്ട്. ഈ സത്യവാങ്മൂലവും പ്രധാന രേഖയായി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മിഥുൻ, ഈ കൊടും ക്രൂരതയ്ക്കപ്പുറം പതിവായി ഹോസ്റ്റലിൽ മദ്യപിച്ചിരുന്നു പ്രതികൾ എന്നുകൂടി പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും പതിവായി മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ മദ്യപിക്കാൻ വേണ്ടി ഈ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിച്ചിരുന്നു. അതിന്റെ രേഖകളുമെല്ലാം ഇതിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതികളിൽ ഒരാളുടെ ഗൂഗിൾ പേ വഴി ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തിയിരുന്നു. അത് പല പല കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ വിശേഷ അവസരങ്ങൾ, അതുപോലെ തന്നെ പിറന്നാളുകൾ, ഇതെല്ലാം ഇത്തരം വിശേഷ അവസരങ്ങൾ ചൂണ്ടിക്കാണിച്ച് മദ്യപിക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്തിയിരുന്നു. ഇത്തരത്തിൽ പണം നൽകാത്ത വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതെല്ലാം തന്നെയാണ് ഈ കേസുമായി പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. ഇക്കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഥിരമായി മദ്യപിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡനെല്ലാം തന്നെ അറിയേണ്ടതല്ലേ എന്നുള്ള ചോദ്യമെല്ലാം തന്നെ ബാക്കിയാണ്. പക്ഷെ നിലവിൽ അവരെ ഈ 5 പ്രതികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വിശദമായിട്ടുള്ള ഈ നടന്ന പീഡനത്തിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിങ്ങിൽ പ്രതികൾ നടത്തിയത് കൊടും ക്രൂരതയെന്ന് കുറ്റപത്രം പറയുന്നു. കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.